ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് കുട്ടാപ്പീസ് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ഞാനിപ്പോൾ ഉള്ളത് NSS ക്യാമ്പിലാണ്. ഞാൻ പഠിപ്പിക്കുന്ന കോളേജിന്റെ NSS ക്യാമ്പിലാണ് ഗൈസ് ഞാനിപ്പോൾ ഉള്ളത്. അതെ, ചെന്ന് കയറിയപ്പോൾ തന്നെ നല്ലൊരു ഇൻട്രോ കിട്ടി. കുട്ടികൾ പറഞ്ഞേ ടീച്ചർ വ്ളോഗ് കാത്താണ് ഇവിടെ എല്ലാവരും നിൽക്കണേന്ന്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ പകുതി കിളി പോയി. അപ്പോൾ ഗൈസ്, ഇതാണ് ഈ നമ്മുടെ NSS ക്യാമ്പ് നടക്കുന്ന സ്ഥലം. കുറേ തുണികൾ അവിടെയും ഇവിടെയും തൂങ്ങി കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു NSSന്റെ ഫീലൊക്കെ കിട്ടുന്നില്ലേ? ഞങ്ങൾ ചെല്ലുമ്പോഴേ കുറേ കുട്ടികൾ മരത്തിൻ്റെ ചോട്ടിൽ എന്തൊക്കെയോ പണിയിലാണ്. ഞങ്ങളിങ്ങനെ അദീബ് സാറാണ് കേട്ടോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ NSS പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ. മൂപ്പരാൾക്ക് വിളിച്ച് മൂപ്പര് പറഞ്ഞു നിങ്ങൾ നേരെ കിച്ചണിക്ക് പോയിക്കോളി. അപ്പോൾ കിച്ചൺ തപ്പിത്തെറിഞ്ഞ് നടക്കുന്ന യാത്രയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കുട്ടികൾ കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. എൻ്റെ റബ്ബേ, ഒരു കാലത്ത് ഞാനും NCC ക്യാമ്പിൽ ഇതുപോലെ കിടന്നിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെ തമ്മിൽ ബെറ്ററാണ്. NCC ക്യാമ്പിൻ്റെ ആകുമ്പോൾ അതിലേറെ കോമഡിയാണ്. അപ്പുറത്ത് കൂടെ കൂറേം പല്ലിയൊക്കെ ഇരിക്കുന്നുണ്ടാവും, കുറച്ച് സ്ഥലത്ത് കൂടെ വെള്ളം ഉറ്റി വീഴുന്നുണ്ടാവും മഴയൊക്കെ ആണെങ്കിൽ. അതിൻ്റെ താഴെ നമ്മൾ പായ വിരിച്ച് കിടക്കണം. പായ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വിരിച്ചാൽ ബെഡ്ഷീറ്റ് വിരിച്ച് കിടന്നതൊക്കെ ഓർമ്മ വരുമ്പോൾ എന്തോ. അപ്പം അങ്ങനെ അവസാനം ഞങ്ങൾ കിച്ചൺ കണ്ടുപിടിച്ചു. കിച്ചൺ ഒരു ആകാശത്തിൻ്റെ മേലെയാണ്. അപ്പം ഇങ്ങനെ കിച്ചണിൻ്റെ ഒരു അകത്തളങ്ങളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആക്ച്വലി കുട്ടികളെ ഡൈനിങ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം ചെന്ന ഉടനെ തന്നെ ഫസ്റ്റ് കിട്ടിയ പണി ഉള്ളിത്തൊലിയാണ്. വീട്ടിൽ പണിയെടുക്കാത്ത ഞാൻ ഇവിടെ വന്നിട്ട് ഉള്ളി തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സംഭവം എന്താണെന്നറിയോ, ടീച്ചേഴ്സ് വരുന്നതേ ഫുഡ് ഉണ്ടാക്കാനും കൂടെ ഹെൽപ്പ് ചെയ്യാനാണെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഏകദേശം 4.5 കൊല്ലം കോളേജിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം അവിടെ NSS ക്യാമ്പില്ല. ഉള്ളി തൊലിക്കുന്ന സയന്റിഫിക് വശങ്ങളൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന മുജീബ് സാർ എന്തായാലും പഠിപ്പിച്ചെന്നു. നിങ്ങൾ രണ്ടാളും കല്യാണം കഴിഞ്ഞതാ? ഏതാ വർഷം? ഓരോ ദിവസങ്ങളിൽ ഓരോ കുട്ടികൾക്കാണ് ഡ്യൂട്ടി, കിച്ചൺ ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ മക്കൾക്കാണ് കേട്ടോ ഡ്യൂട്ടി. പാവങ്ങൾ രാവിലെ തന്നെ ഓരോ പണികളിലാണ്. ഇത്രയും ഉള്ളിയൊക്കെ അവരെ തൊളിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഭാഗ്യം ഉള്ളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിന്ന് വെള്ളം ചോദിച്ചു എനിക്ക് അറിഞ്ഞുകൂടെ എന്തായിരിക്കും എൻ്റെ അവസ്ഥ. എന്തായാലും വെളുത്തുള്ളി കിട്ടിയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ഇതാണ് നമ്മുടെ ക്യാരറ്റ് അരിയുന്ന സുന്ദരി കേട്ടോ. ഇങ്ങനെയാണ് സയൻറ്റിഫിക്കലി താത്വികമായിട്ട് ക്യാരറ്റ് അരിയുക എന്ന് എല്ലാവരും കണ്ടുപിടിച്ചോളൂ. അപ്പോൾ ഇതാണ് വളരെ സുന്ദരമായി ചലിക്കുന്ന കൈകളുകൾ കാണുന്നില്ലേ. അപ്പോഴേ ഗൈസ്, ഇതേ ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലമാണ്. മോണ്ടിസോറി സെക്ഷൻ ഫുഡ് കോർണർ എന്ന് കാണുന്നില്ല. ഇങ്ങനെ കുറേ സംഭവമുണ്ട്. മോണ്ടിസോറി സെക്ഷൻ്റെ അവിടെയാണ് നമ്മൾ പോയി ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ ഉണ്ട്, എന്താണ് മറ്റേ LP സെക്ഷൻ, UP സെക്ഷൻ, അങ്ങനെ കുറേ ഉണ്ട്. വിശന്ന് പണ്ടരടങ്ങിയിട്ട് കേട്ടോ ഞാൻ വന്നത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പ്രോപ്പറായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ സ്നേഹനിധിയായ കുട്ടികൾ എന്താണ് ചെറുപഴം കൊണ്ട് തന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അതും പിന്നെ കുറേ മിച്ചറല്ല എന്താണ് നുറുക്ക് കൊണ്ട് തന്നു, ഒക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. കുട്ടികളൊക്കെ ഓരോരോ പണികളിലാണ് കേട്ടോ. ചതക്കൽ, ഇടിക്കൽ, അങ്ങനെ ഓരോരോ സംഭവങ്ങളിലാണ്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ്. ബിരിയാണി 5 പൈസക്ക് എനിക്ക് വെക്കാനറിയില്ല. ഇതുവരെ ഞാൻ വെക്കാത്തൊരു സംഭവമാണ് ബിരിയാണി. കുട്ടികളെല്ലാവരും കൂടി ഓടി വന്ന് മിസ്സിന് ബിരിയാണി വെക്കാൻ അറിയില്ലേ എന്ന് ചോദിച്ചു. പെട്ടില്ലേ, കഥ പോയില്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എന്തായാലും ബിരിയാണിക്കുള്ള ചെമ്പൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ഗൈസ് ഒരു സങ്കടകരമായ വാർത്ത അറിഞ്ഞത്. എന്താണെന്നറിയോ, ക്യാമ്പിൽ വെള്ളമില്ല. കറണ്ട് പോയിട്ടേ മോട്ടറിൽ വെള്ളം അങ്ങോട്ട് തീർന്ന്. പിന്നെ പെട്ടില്ലേ. നിങ്ങൾ എടുക്കണേന് കുഴപ്പമില്ലല്ലോ, തട്ടിട്ടിട്ടാണെങ്കിൽ അല്ല, ഞങ്ങള് തലേന്ന് എടുക്കണില്ല, കയ്യിൽ മാത്രം. കുട്ടികൾ ബക്കറ്റിലും അതിലും ഇതിലൊക്കെ ആയിട്ട് പാട്ടയിലും കപ്പിലും ഒക്കെ ആയിട്ട് വെള്ളമൊക്കെ മുക്കി കൊണ്ടുവന്ന് നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ക്യാമ്പിൽ ചെന്നിട്ട് നീ എന്ത് പണി ചെയ്തു എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണിത്. എന്താണെന്നറിയോ, ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി ഗൈസ്. നാരങ്ങ വെള്ളം ഉണ്ടാക്കാനും ക്രിയാത്മകമായിട്ട് അറിയണമല്ലോ. നാരങ്ങയിലേക്ക് കുറേ നാരങ്ങ പിഴിയുന്നു, കുറേ പഞ്ചസാര ഇടുന്നു, നാരങ്ങ വെള്ളമാവുന്നു. ഞാനൊരു ഹെന മിസ് ചെയ്യും. കഷ്ടപ്പെട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന പണിയിലായിരുന്നു. കഷ്ടപ്പെട്ടെന്ന് പറയുന്നത് അതിന് കഷ്ടപ്പാടൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷെ അങ്ങനെയല്ല, ഇത് ഇളക്കലൊരു കഷ്ടപ്പാടാണല്ലോ. അങ്ങനെ നാരങ്ങ ഇടുന്നു, നാരങ്ങ പിഴിയുന്നു, പഞ്ചസാര ഇടുന്നു, ഇളക്കുന്നു. തന്നെയാണ് നമ്മുടെ പരിപാടി. അങ്ങനെ അവസാനം നല്ല ടേസ്റ്റിയുള്ള നാരങ്ങ വെള്ളം ഞങ്ങൾ ഉണ്ടാക്കി. പെടാത്ത പരാതിയില്ല. ശരി, മാസ്ക് ഇട്ടാൽ എങ്ങനെ കാണാം?
നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ കുട്ടന്മാർ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുക്കിനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. നമ്മുടെ അഫ്സാനല്ല, ജാസ്മിന മിസ്സ. എന്താ ചെയ്യല്ല, മിസ്സുമാരെ പേരൊക്കെ പഠിച്ചു വരുന്നേയുള്ളൂ. അപ്പൊ ഞാനൊരു 10 വട്ടം ജാസ്മിന മിസ് എന്ന് പറഞ്ഞ് അവസാനം ഓക്കെ ജാസ്മിന മിസ്സാണ് കേട്ടോ. ഈ കാണുന്ന കൊച്ചുപെണ്ണ് നമ്മുടെ രഹന മിസ്സിന്റെ മോളാണ്. രഹന മിസ്സിന്റെ കൂടെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറായിട്ട്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഫാക്കൽറ്റിയാണ്. അപ്പൊ മിസ്സിന്റെ മോള് നല്ല സ്മാർട്ടാണ്. അവൾ ഒരാളെയും വെറുതെ വിടുന്നില്ല. അവിടെ വരുന്ന സ്റ്റുഡൻസിനൊക്കെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയാണ് ഗൈസ്. ഏകദേശം ഇവമോളെ പ്രായമാണ് കേട്ടോ ഈ മോൾക്ക്. അപ്പോൾ അവള് കുറേ സമയമായിട്ട് അവനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്. പിന്നെ അവസാനം ഗ്രൂപ്പ് ഡാൻസ് ആയി. അഫ്രാസിനെയും കൂടെ കൂട്ടിയിട്ട് അവർ 3 പേരും കൂടെ അഫ്രാസ് എനിക്ക് അവൻ്റെ പേര് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാട്ടോ എന്നെ കുറേ വിളിച്ചു. ഞാൻ എങ്ങനെയൊക്കെയോ മുങ്ങി. അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ചു പുറത്തിറങ്ങിയിട്ട് ലോകമൊക്കെ ഒന്ന് കാണാമെന്ന്. അങ്ങനെ ഞാൻ താഴേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിട്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മനോഹരമായിട്ട് അവിടെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട്. ഇന്ത്യയുടെ ഭൂപടം, കേരളത്തിൻ്റെ ഭൂപടം, മലപ്പുറത്തിൻ്റെ ഭൂപടം, അങ്ങനെ. ഇത് ലൈബ്രറിയാണ്. പിന്നെ അതിനപ്പുറത്ത് തന്നെ ബാത്റൂമും ഉണ്ട്. ഇതൊക്കെ ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് അവിടുത്തെ കുറേ കൊട്ടേഷൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അവിടെ താഴേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ നമ്മുടെ തട്ടകത്തിലേക്ക് വന്നു. ഇവിടെ ഇനി വല്ല ഉള്ളി തൊലിക്കാനോ നാരങ്ങ പിഴിയാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പതക്കില്ലേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കി വന്നാൽ അപ്പം ഞാൻ വരുമ്പോഴാണ് കണ്ടത് നമ്മുടെ അഫ്രാസ് കുട്ടി ഇവിടെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഉള്ളി തൊലിച്ചാകെ പരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഫ്രാസൊക്കെ അടിച്ചു വരുന്നുണ്ട്. ആക്ച്വലി ഇതുപോലെയുള്ള NSS ക്യാമ്പ്സ് ഒക്കെ കുട്ടികൾക്കൊരു റിയലൈസേഷൻ ആയിരിക്കും. കാരണം പ്രതിസന്ധികളിലും എങ്ങനെ ജീവിക്കും, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ജോലി എടുക്കുന്ന അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റ് ഇവിടെ വന്നാൽ കിട്ടും. ഇപ്പം ഈ ചോറ് മീൻസ് ബിരിയാണി ഊറ്റിക്കൊണ്ടിരിക്കുന്ന രഹന മിസ്സാണ് കേട്ടോ. ചിക്കൻ ഇങ്ങനെ 2ാമത്തെ റൗണ്ട് ഒക്കെ റെഡിയായി. ഇപ്പോൾ ദമ്മിടാനുള്ള മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, വലിയ ചട്ടകമാണ്. ഇതിമ അടുപ്പുമലൊക്കെ കയറി നിന്നിട്ടൊക്കെയാണ് ഓരോരുത്തരെ ഇളക്കുന്നത്. വലിയ ചട്ടകം അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ബിരിയാണിയുടെ വിശേഷങ്ങൾ എന്ന് പറയാം. വിശന്നിട്ടാണെങ്കിൽ വയ്യ ഗൈസ്. ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഫുഡ് റെഡി ആയപ്പോൾ കേട്ടോ. ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല, അങ്ങനെ വന്നതാ. അപ്പോൾ എന്താണ് ഈ കിഷ്മിഷ്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് റബ്ബേ ഒന്നിൻ്റെ പേരും കിട്ടണില്ലല്ലോ, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ എണ്ണയിലല്ലേ നെയ്യിലിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കുട്ടികൾ നല്ല സ്മാർട്ടാട്ടോ, എല്ലാവരും ഉഷാറാണ്. പിന്നെ അതൊക്കെ അവരെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജാസ്മിന മിസ് മസാലപ്പൊടികളൊക്കെ ഇട്ട് നമ്മുടെ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, അടിപൊളി സ്മെല്ല് കേട്ടോ. അപ്പോഴാണ് ഒരു അൺഇൻവൈറ്റഡ് ആയിട്ടൊരു ഗസ്റ്റ് വന്നത്, ഒരു കുരങ്ങൻ. അവിടെ വന്നിങ്ങനെ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുക. കട്ട് തിന്നാണ് ആള്, പക്ഷേ നല്ല രസമുണ്ട്, അടിപൊളി. ഇവിടെ സാധനം കാണാനല്ലോ. മനസ്സിലായില്ല, ഇതെല്ലാം മങ്കി, അതാണ് മങ്കി. കുരങ്ങനെ കണ്ടപ്പോൾ എല്ലാവരും ഓടി വന്നാട്ടോ. ഇന്ന് നമ്മളെ പോലെ ഡ്യൂട്ടിയുള്ള ആളാണ് മുജീബ് സാർ. നല്ല മുടിയുള്ള സാർ ഉണ്ടല്ലോ, സാറും രഹന മിസ്സും. ആരാ മേക്കപ്പ് ചെയ്ത്? ഇവളോ? ഇല്ല ഫേസ് കാണിക്കൂല, കഴുകിക്കോ. NSS ക്യാമ്പിൽ ഇതൊക്കെ ഇല്ലേ? ശരി, ഫേസ് കാണിക്കൂല, ഡോണ്ട് വറി. ഇതൊക്കെയാണ് മൈ ഡിയേഴ്സ് NSS ക്യാമ്പിൽ അവസ്ഥ. പാത്രം മോറുക, അതുപോലെ തന്നെ പച്ചക്കറി അരിയുക, ഇതൊക്കെ NSS ക്യാമ്പിൽ അവസ്ഥയാണ്. ക്യാമ്പിന്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. ക്യാമ്പിന്റെ പേരാണ് തളിര് എന്ന് കേട്ടോ. തളിര് എന്നാണ് ക്യാമ്പിന്റെ പേര്. പിന്നെ അദീപ് സാറാണ് NSS കോർഡിനേറ്റർ. അടിപൊളിയായിട്ട് ക്യാമ്പ് നടക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര ഉഷാറാണ്. മൈ ഡിയേഴ്സ്, കിട്ടി NCT ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളാണ് ഈ ഒരു സ്കൂളിന്റെ പേര് കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സ്കൂളിന്റെ പേര് ഓർമ്മയില്ല, അപ്പം എന്തായാലും കിട്ടി. അപ്പം നമ്മളെ ബിരിയാണി ദമ്മിടാണ്. എന്താ ഫ്രാസ്, ഈ പെൺകുട്ടികളെക്കാളും കഷ്ടമാണല്ലോ.
അഫ്രാസിന് ഭയങ്കര നാണം. ഓനെ ക്യാമറ ഇങ്ങനെ അറിയാണ്ട് അവൻ്റെ ഫേസൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഫേസ് കവർ ചെയ്യുക, അതാണ്. അദീപ് സാറേ ഇങ്ങോട്ട് നോക്കി, എൻ്റെ വീഡിയോയിൽ NSS കോർഡിനേറ്റർ കാണാണ്ട്. നിങ്ങൾക്ക് കിട്ടിയോ മേക്കപ്പ്? അപ്പോൾ ആ കണ്ട ആളാണ്, ടീഷർട്ട് വാലയാണ് നമ്മുടെ അദീപ് സാർ കേട്ടോ. അപ്പോൾ നമ്മൾ ദമ്മിട്ട ബിരിയാണി പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ബിരിയാണിയുടെ അവസ്ഥ. 2 മണിയായിട്ടുണ്ട് ഏകദേശം. കുട്ടികളൊക്കെ വിശന്ന് പൊരിഞ്ഞ്, കുട്ടികൾ മാത്രമല്ല ടീച്ചേഴ്സും, അതിൽ എസ്പെഷ്യലി ഞാനും വിശന്ന് പൊരിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമ്മൾ അഫ്രാസ് അവരുടെ ക്യാമ്പിൻ്റെ ഓരോരോ വീഡിയോസ് കാണിച്ചത്. ഓരോ ദിവസം അവരിങ്ങനെ ഓരോരോ വീഡിയോസ് ആക്കി എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ. എന്തായാലും ഉഷാറായിട്ടുണ്ട്. പൊളി പൊളി പൊളി. ശരി, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കണ ചെയ്യോ, ഒന്ന് ഇളക്കണത് കിട്ടായിട്ടില്ല. പിള്ളേരെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പിൻ്റെ ഓരോരോ സ്പെഷ്യൽ മൊമെൻറ്റ്സും ഒരു വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുക. ക്യാമ്പിൽ ഒരു ദിവസമാണ് തോന്നുന്നു ബിരിയാണി. അപ്പോൾ ബിരിയാണി ദം പൊട്ടിക്കുന്നതും ഇളക്കുന്നതൊക്കെ ഇങ്ങനെ അഫ്രാസ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഇവരെ എല്ലാ ദിവസവും ഓരോരോ ദിവസത്തെ എന്താ പറയുക അപ്ഡേഷൻസ് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള എന്തൊക്കെയോ സംഭവങ്ങളാണ്. അപ്പോൾ ബിരിയാണി വിളമ്പൽ തുടങ്ങി. ഇവിടെ അടുത്ത് അംഗൻവാടിയിലായിരുന്നു ഇവർക്ക് ഇന്ന് ക്യാമ്പ് ലൊക്കേഷൻ തോന്നുന്നു. അവർക്ക് അവിടെ നിന്ന് ക്ലീനിങ്ങും അതുപോലെ പെയിൻറ്റിങ് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുട്ടികളെത്തി. പിന്നെ നമ്മുടെ നേരത്തെ ആ മങ്കിക്കുട്ടൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം വെള്ളം കട്ടുപിടിക്കാനാണ് ആൾ വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. പൈപ്പൊക്കെ വളരെ താത്വികമായി തുറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ബാക്കിൽ നിന്ന് ആരോ നിലവിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ ചാർജർ ഉണ്ട് അവിടെ അഫ്രാസ് ഏതെടുക്കുന്നു. അപ്പോൾ പാവല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പോയി എടുത്ത്. ആ ചങ്ങായി അത് കേട്ടിട്ടേ ഇല്ല. അപ്പം ഞാനേ ആ കുരങ്ങിരിക്കുന്ന സെയിം ആ പ്ലേസിൽ എവിടെയാണ്. അപ്പം ഞാൻ അത് എടുക്കാൻ വേണ്ടി പോയത്. അപ്പോഴത്തേക്ക് കുരങ്ങനെ വരും, കുട്ടികളൊക്കെ ആർക്കും മിസ്സേ നിങ്ങളെ ഫോണിപ്പോൾ കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെ അവസാനം കുരങ്ങനെ പേടിച്ച് പോയി. അങ്ങനെ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫുഡ് വിളമ്പുന്ന ടീം. ഇന്നത്തെ കിച്ചൺ ടീം ഇവരാണ് കേട്ടോ. വളരെ മനോഹരമായിട്ട് ഇവർ ഇന്നത്തെ സംഭവം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ നമ്മുടെ തൈരുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. പിന്നെ സാധാ പച്ചവെള്ളമാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. എന്തായാലും ക്യാമ്പിലാവുമ്പോൾ നല്ല വിശന്ന് പൊരിഞ്ഞു വരുന്ന കുട്ടികൾക്ക് ഇതന്നെ അമൃത് എന്ന് പറഞ്ഞൊരു ഫീലായിരിക്കും. അപ്പോൾ ക്യാമ്പ് ലൊക്കേഷനിൽ കുട്ടികൾ ഓരോരുത്തരായി വരികയാണ് കേട്ടോ. 2 മണിക്കായിട്ട് ഫുഡ് വിളമ്പിയപ്പോൾ പിന്നെ അഫ്രാസ് ആസ് യൂഷ്വൽ വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവന് ഫുൾ ടൈം ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഫുള്ള് ഇന്നത്തെ വീഡിയോയിൽ അഫ്രാസ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട് എന്താ മിസ് അഫ്രാസിനെ മാത്രം ഇങ്ങനെ വീഡിയോ എടുത്തണം എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അത് സംഭവം അങ്ങനെയല്ല ഗൈസ്. ഓനായിരുന്നു എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു ഞാനും ഫുഡ് കഴിച്ച് കളയാം. നല്ല വിശപ്പുണ്ടായിരുന്നു. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കുട്ടികൾക്ക് ഒരേ ചോറ് വിളമ്പിയിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും വയറ് നിറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്. വിശന്ന് പൊരിഞ്ഞ സമയത്ത് ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അമൃതല്ലേ. ജാസ്മിൻ ആമിസിന് ഒരുപാട് നന്ദി. പോരെ, എന്താ ചെയ്യുക, കുട്ടികളുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ. അപ്പം ഞാൻ അവരൊക്കെ വീഡിയോ എടുത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിതൊരു സ്പെഷ്യൽ തീറ്റയാണല്ലോ. എൻ്റെ പേരെന്താ? എന്താണ്? അഭയ്. നല്ല പേര്. അതല്ലേ നമ്മളിങ്ങനത്തെ ക്യാമ്പിന് ഇതിലേക്ക് വരുമ്പോഴാണ് ഭയങ്കര മസിൽ പിടിച്ച് കിടക്കുന്ന ആൾക്കാരില്ലേ, ഓരോടൊക്കെ കമ്പനിയാക്കാൻ പറ്റുക. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങാൻ മീൻസ് 4 മണി വരെ ടൈമുണ്ട്. 4 മണി വരെ അവിടെ നിൽക്കണമെന്നാണ്. പക്ഷെ എനിക്ക് ഒരു ചെറിയ തിരക്കുള്ളത് കാരണം ഞാൻ നേരത്തെ തന്നെ ഇറങ്ങി. എനിക്ക് വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. നമ്മുടെ NCTൻ്റെ ഒരു പുറത്തത്തെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. മിസ്സേ, ഇവരെ കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്ന സ്ഥലം അത് നമ്മളുണ്ടല്ലേ, രാത്രി ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട്. അത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് ഇവർ ഇന്നലത്തെ ഡാൻസൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ നിന്നാ. ഇത് രാത്രി ആകുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് കത്തുണ്ടാവും അല്ലേ. സംഭവമേ രസരസം. രഹന മിസ് മോൾ ഊഞ്ഞാലാടാൻ വേണ്ടി പോയതാട്ടോ. അവൾക്ക് ഭയങ്കര ആഗ്രഹം ഊഞ്ഞാലാടണം. അപ്പം മിസ് ഞാൻ വണ്ടി എടുക്കുന്നവരെ കുറച്ച് സമയം അവളെ ഒന്നിങ്ങനെ ഊഞ്ഞാലാട്ടി. അത് കഴിഞ്ഞ് ഞാൻ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയാണ്. എൻ്റെ വണ്ടി കുറേ സമയം നിർത്തിയിട്ട് കഴിഞ്ഞ് പിന്നെ ക്രൂം എന്ന് കിക്കർ അടിച്ചിട്ട് വേണം ഓണാക്കാൻ. കുറേ കാലത്തെ പഴക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.